ചേച്ചിയുടെ പേര്? റെനി. വീട് എവിടെയാ? വീട് ബീച്ച് റോഡ്, ഇമാൻ പള്ളിയുടെ അടുത്ത്. ഇന്നലെ ആരാധന സമയത്ത് പറയട്ടെ, ആരാധന സമയത്ത് ചേച്ചിയുടെ പേര് ഞാൻ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിച്ചായിരുന്നോ? ഇല്ല. എന്നെ കാണുകയോ സംസാരിക്കുകയോ ചേച്ചിയുടെ പേര് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പം ഞാനെങ്ങനെ ഈ പേരറിഞ്ഞത്? അതായത് ദൈവത്തിൻ്റെ ആത്മാവ് പേരുകൾ, സംഭവങ്ങൾ എല്ലാം വെളിപ്പെടുത്തും. ശക്തമായിട്ട് സന്ദേശങ്ങൾ തരും. കൃത്യമായിട്ട് ആത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ബ്രദറിൻ്റെ പ്രസംഗത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറഞ്ഞു ദൈവം. ആ തിരിച്ചു വരലോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട്. അപ്പോൾ ഈശോ എനിക്ക് എൻ്റെ മുട്ടുവേദനയില്ല. ഈ മുട്ടിന് എന്ത് പറ്റിയതായിരുന്നു? ഫ്ലൂയിഡ് ഇല്ല എന്ന് പറഞ്ഞു ഡോക്ടർ. ഒരു 7 വർഷമായി തുടങ്ങിയിട്ട്. 7 വർഷമായിട്ട് കാൽമുട്ടിൽ ഫ്ലൂയിഡ് ഇല്ല. എന്നെ മടക്കത്തിലായിരുന്നു. മടക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ബ്രദറെ ഭയങ്കര വേദനയാണ് എനിക്ക്. ഇപ്പം എനിക്ക് ഇന്നലെ എന്നെ ഇവിടെ ഭയങ്കര ആ സ്തുതിപ്പിൻ്റെ സമയത്ത്, ബ്രദറിൻ്റെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ മറ്റേ ബ്രദറിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി. ഈശോനെ ചമ്മട്ടികളിരിക്കുന്നതും പരിഹസിക്കുന്നതും ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മുട്ട് ഞാൻ ഭയങ്കര വേദനയായിട്ട് എനിക്ക് പൊക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വേദന ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നത് ഇടത്തേ മുട്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു ഇടത്തേ മുട്ട് സ്തുതിപ്പിൻ്റെ സമയത്ത് ഇടത്തേ മുട്ട് വേദന മാറുന്ന റെയിനി എന്ന് പറഞ്ഞു, പേരും പറഞ്ഞു. അപ്പോൾ എനിക്ക് ദൈവം എന്നെ ഉണ്ടോ? ഇന്നലെ ആരാധനയിൽ ഈ സഹോദരിയെ കർത്താവ് പേര് വിളിച്ച് തൊട്ട് ഈ കാൽമുട്ടിനെ സൗഖ്യമാക്കി. മുട്ട് മടക്കി കാണിച്ചേ. എനിക്ക് കുഴപ്പമില്ല, എല്ലാം വേദനയില്ല. വേദന ഇന്നലെ തുടങ്ങി എനിക്ക് പോയി. വേദന പോയി. ഇവിടെ വെച്ച് വേദന ഉണ്ടായിരുന്നു, വേദന പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബ്രദറെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ആയുർവേദം കഴിച്ചു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസയൊന്നും ഇല്ല. എന്നാലും ഹസ്ബൻഡ് മരിച്ചു. ഓപ്പറേഷൻ ചെയ്യണ്ട, കർത്താവ് തൊട്ടതാ. ചേച്ചി സന്തോഷമായിട്ട് പൊക്കോ.